ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2316. ഇന്ന് മെയ് മാസം 4-ാം തീയതി 124-ാമത്തെ ദിവസത്തിലെത്തി. യാക്കോബ് ശ്ലീഹ ഉപയോഗിച്ച ദർപ്പണം, കണ്ണാടി എന്ന പദം, അത് നമ്മളെ തന്നെ കുറച്ചുകൂടി വ്യക്തതയിൽ തുറന്ന മനസ്സോടെ കണ്ടെത്താൻ വേണ്ടിയാണ്. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കുകയും ചെയ്യുന്ന ക്രിസ്തു ശിഷ്യരായി മാറാൻ വേണ്ടിയാണ്. നിശ്ചലമായ തടാകത്തിന്റെ തീരത്തേക്ക് അവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നൊരു സങ്കീർത്തന പ്രാർത്ഥനയും ഏതൊരാളിന്റെയും ഓർമ്മയിൽ തെളിയുന്നുണ്ട്. 23-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. നിശ്ചലമായ പ്രശാന്തമായ സ്വച്ഛമായ തടാകത്തിന്റെ തീരത്തിലേക്ക് അവൻ എന്നെ നയിക്കുന്നു. ആ ഒരു പഴയ നിയമ സൂചനയും ശ്രദ്ധിക്കേണ്ടതാണ്. ആദിമ മനുഷ്യന്റെ കണ്ണാടിയായിരുന്നു ഇത്തരം നിശ്ചലമായ തടാകങ്ങൾ. ഓർക്കണം കേട്ടോ, അങ്ങോട്ട് നോക്കിയാൽ ഇനിയും നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും. ശ്രീനാരായണ ഗുരുവിന്റെ കണ്ണാടി പ്രതിഷ്ഠയും ഇതിനോട് ചേർത്ത് ഓർക്കാവുന്നതാണ്. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന പ്രതിഷ്ഠ. രാവിലെ കുളിച്ച് തൊഴുത് ശ്രീകോവിലിനരികിലെത്തുന്ന ഭക്തർ, നിലവിളക്കുകൾക്കിടയിലൂടെ അകത്തേക്ക് ഉറ്റുനോക്കുന്ന ഭക്തർ അവിടെ അയാളുടെ മുഖം തന്നെ കാണുന്നു. കണ്ണാടിയിൽ കാണുന്ന നിന്നെ തന്നെ നിനക്ക് പ്രണമിക്കാനായിട്ട്, നമസ്കരിക്കാനായിട്ട് ആകുമോ എന്നാണ് ആത്മീയതയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിചാരം. നീ നിന്നെ തന്നെ ഉറ്റുനോക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു അഭിമാനമാണ്, ഒരു അന്തസ്സാണ് ഓർന്നുകൂടുന്നത്. അതോ അവജ്ഞയും നിന്നയും ലജ്ജയുമൊക്കെയാണ്? വചനം കേട്ട് അനുസരിച്ച് ജീവിക്കാത്തവൻ കണ്ണാടിയിൽ മുഖം കണ്ട് അത് വേഗം മറന്നുപോകുന്ന ആത്മവഞ്ചകരാണെന്ന് യാക്കോബ് ശ്ലീഹ വെറുതെയല്ല പറഞ്ഞു വെച്ചത്. ശരിയാണ്, കണ്ണാടിയുടെ ധർമ്മം എപ്പോഴും രണ്ടാണ്. നമ്മൾ മറന്നുപോകരുത്. ഒന്ന്, സ്വയം കാണുക. 2, തിരുത്താൻ പ്രേരിപ്പിക്കുക. അതിനു മുമ്പ് നിൽക്കുമ്പോഴാണല്ലോ മുടിയൊക്കെ വെട്ടാറായെന്ന് അല്ലെങ്കിൽ ഒരു പൊട്ട് തൊടണമെന്നൊക്കെ തോന്നുക. നമുക്കെന്തായി മാറാനാവുമെന്ന സൗമ്യമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കണ്ണാടി. നമ്മൾ എന്താണെന്ന് നമ്മളെ ബോധിപ്പിക്കുക മാത്രമല്ല, നമ്മൾക്ക് എന്തായി മാറാൻ പറ്റുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു സൗമ്യമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ക്രിസ്തുയേശുവിലേക്ക് എത്തുന്ന ഏതൊരാളുടെയും ജീവിതത്തിലും സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. നമ്മൾ എന്താണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തും, നമ്മളെ പഠിപ്പിക്കും. എന്നിട്ട് നമുക്കിനി എന്തൊക്കെയായി തീരാൻ സാധിക്കുമെന്ന് നമ്മളെ പ്രേരിപ്പിക്കും. ആ പ്രേരണ അതൊന്ന് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. ആമേൻ.